ഇത് ഈ ബോഗൺവില്ലയുടെ കൊമ്പ് നടാന്ന് ഓർത്താണ്. ഇത് എനിക്കിപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അവരോട് തിന്ന് ഒടിച്ചുകൊണ്ട് വന്നാണ്. 2 കൊമ്പുണ്ട്, 2 കൊമ്പ് കിട്ടി. അപ്പം ഇത് ചെറുതാക്കി പീസാക്കി നടണം. ഇവിടെ പൂവിട്ടേക്കുമ്പോൾ പല കളറും കൊണ്ട് നടാനായിട്ടൊരാഗ്രഹം. റെഡാണെന്ന് തോന്നുന്നത്. അപ്പം ഞാനത് നടട്ടെ. ആദ്യം തന്നെ കവർ സംഘടിപ്പിക്കട്ടെ. കവറിലന്ന് പെൻഡാസ് നട്ടത് 4 കവറിലിരിക്കുന്നുണ്ട്. പെൻഡാസ് പോയിട്ടില്ല, പിടിക്കായിരിക്കും. അന്ന് ഞാൻ ഒരു വീഡിയോയിൽ നട്ടത് പോയിട്ടത്, ഞാൻ അല്ലാണ്ട് നട്ട് വെച്ചതാണത് പോയപ്പോൾ. കവറുണ്ടാന്ന് നോക്കട്ടെ. ഒരു 3-4-5 കവർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കവറുകളൊക്കെ കളയൂല. ഇത് ഒരു ചട്ടിയിലെടുത്ത് വെച്ചിരുന്നേന്. പിന്നെ ഇതിലിന് മണ്ണ് ഇറക്കട്ടെ. ഒരു 5 എണ്ണമെങ്കിലും നട്ടാൽ ഒരെണ്ണമെങ്കിലും പിടിക്കുള്ളൂ. ഒരെണ്ണമെങ്കിലും പിടിച്ച് കിട്ടിയാൽ മതി. ഞാൻ ബോഗൺവില്ലയുടെ കൊമ്പ് ഞാൻ നട്ടൊന്നും കാണിച്ചില്ലെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ ഫോണും കൊണ്ട് ചേട്ടൻ പോയി. കടയിൽ ഒരാൾ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടേ, വിളിച്ചിരുന്നു, ഫോൺ വിളിച്ച്. അപ്പോൾ ചേട്ടൻ പോയപ്പോൾ പിന്നെ ആ ഫോൺ ഉണ്ടായില്ല. പിന്നെ ഇന്നാണ് ഞാനത് എടുക്കുന്നത്. ഇതാ നട്ട് വെച്ചിട്ട് തണലത്തോട്ട് വെച്ചേക്കണായിരുന്നു. അതുകൊണ്ട് 2 എണ്ണം, ഒരെണ്ണത്തിൽ 2 എണ്ണം. ഇതിൽ ഒരു ചെറിയ പീസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നട്ടാക്കണം. ഒരെണ്ണമെങ്കിലും പിടിക്കട്ടെ. ചേട്ടാ, ഇത് നിങ്ങളുടെ തണലത്തുകൊണ്ട് വെച്ചാക്ക്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നല്ല വെയിലാണ്. വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെടികളൊക്കെ. പിന്നെ വേറൊരു വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കപ്പ ചനച്ചിട്ടുണ്ട്. ഇത് 2 ചനച്ചിറക്കിയുള്ള 2 പഴുത്തിറക്കുകയാണ്. ഇത് ചെറുത്, അത് വാടിപ്പഴുത്താന്നറിയില്ല. ഇത് എന്നാ പറിച്ചെടുത്തു. കുറേ കാലത്ത് ഒരു കപ്പങ്ങ ഉണ്ടായതാ. നിറം മാറിയല്ല. ഇതും ചനച്ചിറക്കുണ്ട്, കണ്ടില്ലേ? അതും പൊട്ടിച്ചു. അതന്നെ. തണ്ടിനൊട്ടും വിലയിലോട്ടാ. പക്ഷെ ഇത് ലെഡി ആയിരിക്കുമല്ലേ. അങ്ങനെ നമ്മുടെ ഒരാഗ്രഹമാണ് കാണുന്നത്. കപ്പയുടെ തണ്ടിന് ഒരു ബലവുമില്ല. എന്തോ നമ്മുടെ ഭാഗ്യത്തിനൊരുണ്ടായാണോ. ഇപ്പുറത്തെ കപ്പയും 2 ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ ഒടിച്ചളയാൻ പറഞ്ഞത് ഇതൊന്നുമില്ലാണ്ട് കണ്ടില്ലേ, ഇലയൊക്കെ കിടക്കുന്നുണ്ട്. ഇല പോലും മര്യാദക്കില്ല. എന്നിട്ട് ഇത് കളയാൻ പറഞ്ഞു. പക്ഷേ അതും 2 കപ്പ ഉണ്ടായി കിടക്കും. ഇപ്പം നമ്മുടെ നനകളൊക്കെ കഴിഞ്ഞിട്ടാണ് വൈകുന്നേരമാണ്. ഇത് വൈകിട്ടുള്ള നനകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നനച്ചിട്ടാക്കി. പിന്നെയൊക്കെ പൂ വിരിഞ്ഞ് വന്നുള്ളൂ. പിന്നെ നമ്മുടെ അപ്പുറത്തെ പറമ്പിലൊക്കെ നനച്ച്. ഇതിലത്തെ പൂവുണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് രസം ഇത് കാണാനായിട്ട്. പിന്നെ ശ്രദ്ധ ഓർക്കിടുമ്പോൾ ഒരു പൂവായിട്ട് വന്നിട്ടുണ്ട്. എന്ത് കളറാണെന്നറിയില്ല. പിന്നെ നമ്മുടെ മുളക് പാകിയത് ഉണ്ട്, മുളച്ച് വന്നിട്ടുണ്ട്. എന്തൊക്കെ പുല്ലുണ്ട്, മുളകാണ് ഈ മുളച്ചിരിക്കണത്. പിന്നെ അതായത് ചേട്ടൻ്റെ കപ്പങ്ങ തൊലിയത്തേന് ഇപ്പം തന്നെ ആൾക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഇഷ്ടമാണ്. ഇങ്ങനത്തുള്ള വീട്ടിലുണ്ടാവുന്ന സംഗതികളൊക്കെ. അത് പക്ഷെ വാടിപ്പഴുത്താണ്. മുത്തട്ടുണ്ടോ? ചോപ്പുണ്ട്. റെഡ് ലേഡി ചോപ്പായിരിക്കും. അപ്പം എന്തെങ്കിലും ആവട്ടെ അല്ലേ. കപ്പങ്ങ ചെത്തിക്കഴിഞ്ഞ് ഇനി കഴുകിയിട്ട് മുറിക്കണം. ഒരു ചെറിയ കപ്പങ്ങയാണ്. പഴുത്തിട്ടില്ല കപ്പങ്ങ, നിറം മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷെ മധുരമുണ്ട് അല്ലേ. കറുമുറ കടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒന്ന് ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അതിൽ ചിക്കൻ ഉപ്പും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് നേരം ഞാൻ പറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നാക്കിക്കണം. നന്നാക്കട്ടെ. അടുപ്പ് കത്തിടിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ സമയമുള്ളപ്പോഴൊക്കെ ഞാൻ അടുപ്പിൽ വെക്കും എന്തെങ്കിലുമൊക്കെ.
അടുപ്പ് വെത്തിടിച്ച് ഇനി ഉരുളിയിലാണ് വെക്കാൻ പോണത്. ഉരുളി വെക്കട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അത്ര, നമ്മളെല്ലാവരും വെക്കണ ടൈപ്പാണ്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളക്, ഇത് കാന്താരിയും ഉണ്ട് പച്ചമുളകും ഉണ്ട്, രണ്ടും കൂടി എരിഞ്ഞിട്ട് കാണിച്ചാൽ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും കൂടി ചതച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പയ്യെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇത് ചതച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഈ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. മസാല മൂത്തിട്ടുണ്ട് നല്ലപോലെ. ഇനി ഇതിലോട്ട് നമ്മൾ പറ്റി വെച്ചേക്കണ ചിക്കനൊക്കെ എടുക്കും. ഇതിലോട്ട് ചൂടാക്കി വെച്ച് നല്ല ചൂടാക്കി വെച്ചിട്ട് വെള്ളം ഇത് ഒഴിച്ച് കൊടുക്കണം. ഇനി വെള്ളത്തിൽ കിടന്നത് വേവട്ടെ. ഇതിലോട്ട് പൊടിച്ച് വെച്ചേക്കണം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ഇത്ര ഉപ്പിട്ട് കൊടുക്കട്ടെ. കറി ഒരു വിധം പറ്റിയിട്ടുണ്ട്. ഇനി ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടി, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഇതിലിട്ട് ഇളക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ പണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.